ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹൈദരാബാദിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നിന്ന ഹോട്ടലാണിത്. സിത്താര പാരഡൈസ് എന്നിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തിയതും രാവിലത്തേതായ ചാർമിനാറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല, റൂമിലെത്തി കുറച്ച് നേരം സുഖമായി കിടന്നുറങ്ങി. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. ഇത്രയും ദിവസത്തെ യാത്രകളും ബാംഗ്ലൂർക്കുള്ള യാത്ര, അവിടുന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്ര, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് വന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റത്. റെഡിയായി. പിന്നെ ഷെയ്മക്ക ഹൈദരാബാദ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഷെയ്മക്കയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മീറ്റ് ചെയ്തു. അവരെ കൂടെ ഞങ്ങൾ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നേ, ഹുസൈൻ സാഗറിൽ അവിടേക്കാന്ന് തോന്നുന്നു. പിന്നെ സെക്രട്ടേറിയറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അവിടെ ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം പോയി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ആദ്യം നമ്മൾ അവരുടെ കൂടെയാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഷെയ്മക്ക ഹൈദരാബാദിലൊരു വർഷം വർക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, ഒരു 7-8 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യണം, ഹൈദരാബാദിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അവിടെ പോയപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് അവരൊക്കെ പോയിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നമ്മളെ ഹോട്ടലിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ കാറിലിരുന്നിട്ടാണ് കുറച്ചിങ്ങനെ സെക്രട്ടേറിയറ്റ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിലിങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ രാത്രി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ സ്റ്റാച്ചു ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കാറിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ട്രാഫിക്കുള്ള റോഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിലിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കാരണം അവർ കുറച്ച് സ്ലോ ആക്കി തരും, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ നല്ല രസമുണ്ടായതോടെ രാത്രി കാണാനായിട്ട്. ഇത് ഹുസൈൻ സാഗറിൻ്റെ ഇതാണ്. അവിടെയും നല്ല അടിപൊളിയാണ്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ. രാവിലെ നമ്മൾ ചാർമിനാറിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഹുസൈൻ സാഗറിൻ്റെ റൂട്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസിലൊന്നും ശരിക്കും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല, ബസ്സിലാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ രാത്രി പോകുമ്പോഴും നമുക്ക് അത്ര ക്ലിയർ ഒന്നും അല്ലെങ്കിലും നമുക്ക് കാണാനൊക്കെ പറ്റി. ഈ ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറയുന്നത് ഒരു ഹേർട്ട് ഷേപ്പ്ഡ് ലേക്ക് എന്നാട്ടോ പറയുന്നത്. ഹൈദരാബാദിലെ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പായിട്ടുള്ള ലേക്ക് എന്നാണ് പറയുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. ഈ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബിൽഡിംഗ് ആണോ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു സംഭവമില്ല അത് കാണുമ്പോൾ അവിടെ എന്തോ ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ നമ്മുടെ കാറുകളും കാര്യങ്ങളൊക്കെ അവിടേക്ക് കയറി പോവുകയാണെന്നാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അതല്ല, അതൊരു മിററാണ്. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. ബിൽഡിംഗ് ആണോ അങ്ങനെ വല്ലോ ഉണ്ടാക്കിയൊക്കെയാണോ എന്താണെന്നറിയില്ല. ഞങ്ങളങ്ങോട്ട് പോയില്ല. പക്ഷെ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അത് ഒരു ഗ്ലാസ് ടൈപ്പായിട്ടാണ് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിലൂടെ ഈ ഒരു ഹുസൈൻ സാഗർ റോട്ടിൽ, ഈ അംബേദ്കറിൻ്റെ ഈ സ്റ്റാച്യൂൻ്റെ ഒക്കെ അടുത്തുള്ള റോട്ടിലൂടെ പോകുന്ന കാറുകൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ മിററിലാണ് കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വലിയൊരു സംഭവത്തിൻ്റെ അടുത്തേക്ക് കാറും ബൈക്കൊക്കെ പോവുകയാണെന്നാണ് ഫസ്റ്റ് തോന്നുന്നത്. ഞാൻ കുറേ നേരം ഇരുന്ന് സൂം ചെയ്തിട്ടാണ് എനിക്കിത് സംഭവം ഇതാണെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഷെയ്മക്കയോട് ചോദിച്ചപ്പോഴാണ് ഷെയ്മക്ക എനിക്ക് പറഞ്ഞു തന്നിട്ട്, ഭയങ്കര വലിയ മിററായിട്ട് അതൊരു ബിൽഡിംഗ് ആണോ എന്താണോ എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് അറിയണ്ടായിരുന്നില്ല, പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ശരിക്കും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങൾ വേറൊരു പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൂടെയാണ് പോയത്. വലിയൊരു മിററായിട്ടുള്ളതാണ്, എന്തോ ഒരു ബിൽഡിംഗ് ആണോ എന്താണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയൂ. അപ്പോൾ നിങ്ങൾക്കറിയാവുമ്പം അത് മറ്റുള്ളവർക്ക് കൂടി അറിയാം, എനിക്കും അറിയാം. അങ്ങനെ നമ്മൾ അവരായിട്ട് കുറച്ചൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു.
ബൈക്ക് നമുക്ക് ഓൺലൈനിൽ തന്നെ പേ ചെയ്തിട്ട് നമുക്ക് റെൻറ്റിനൊക്കെ എടുക്കാം അവിടെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെടുത്തിട്ട് നമ്മൾ ഹൈടെക് സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോയി. അടിപൊളിയാണ് കേട്ടോ. എന്താണ്, ദുബായ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്, ഇന്ത്യയിൽ ദുബായ് എന്നാണ് പറയുന്നത്. ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഹൈടെക് സിറ്റി. പിന്നെ കേബിൾ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് എന്താ സംഭവിച്ചാൽ ഇച്ചുവിന് നമ്മൾ ഇവിടുന്ന് മാറിയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പറ്റാതെയായി. നമ്മൾ എന്ത് ഫുഡാണെങ്കിലും ആൾ ഇവിടെയല്ലേ കുറേ കാലം ജീവിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ട് മാറിയപ്പോൾ അവൾക്ക് അവിടുത്തെ ഫുഡൊക്കെ അങ്ങോട്ട് പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ വല്ലാണ്ട് ആൾ കഴിച്ചിരുന്നുമില്ല, അങ്ങനത്തെ ഒരു ലെവലായി. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല. അപ്പം അവൾക്ക് എന്തായി, വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിശക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു വാശിയായിരുന്നു ആൾക്ക്. ബൈക്കിലിരുന്നിട്ട് ഇങ്ങനെ കരയുക, ചോച്ചോ ചോദിക്കുക, ചോച്ചോ മീൻസ് ചോറ് ചോദിക്കുക, വിശക്കുക, ബൈക്കിലിരുന്നിട്ട് ഫ്രണ്ടിലിരിക്കണം എന്നിട്ട് വാശി പിടിക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. അയാൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഷെയ്മുക്ക് പറഞ്ഞു നമുക്കിന്ന് ഫുഡ് കഴിക്കാം, എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കിയിട്ട്, നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഷെയ്മുക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മന്തി അറ്റ് 36 എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അടിപൊളി ഫുഡാണ്, കുറേ വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് അവിടെ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കേബിൾ ബ്രിഡ്ജും കൂടി കാണാമെന്ന് പറഞ്ഞു. അടിപൊളിയാണ് കേട്ടോ. അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിൽ നമുക്ക് പറ്റിയില്ല, കാരണം ഇച്ചുവിന് വിശക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതിൻ്റേതായ വാശിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് എന്തായി, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു മൂഡൊക്കെ പോയി ഗൈസ്. അതാണ് സംഭവം. അപ്പം നമ്മൾ ബൈക്കിലിരുന്നിട്ട് കുറച്ച് സ്ലോ ആക്കിയിട്ട് നന്നായിട്ട് കാണുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കേബിൾ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈടെക് സിറ്റിയിലൂടെ പോകുമ്പോൾ തന്നെയാണ് ഈ ഒരു കേബിൾ ബ്രിഡ്ജ് ഉള്ളത്. ഹൈടെക് സിറ്റി എന്ന് പറഞ്ഞാൽ പോരട്ടോ, കാണാൻ മാത്രം തന്നെ ഉണ്ട്. എന്ത് വലിയ ബിൽഡിങ്ങുകൾ, അതും ബിൽഡിങ്ങിൻ്റെ ഷേപ്പിൽ തന്നെ വെറൈറ്റി ഷേപ്പിലുള്ള ഓരോ ബിൽഡിങ്ങുകൾ അടിപൊളിയായിട്ട് കാണാം. ഭയങ്കര വലിയ IT കമ്പനികളൊക്കെ, ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള കമ്പനീസ് തന്നെയാണ് അവിടെ ഉള്ളതും. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതും രാത്രി കാണുമ്പോൾ അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു, കേബിൾ ബ്രിഡ്ജ് കണ്ടു. പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഒരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ടിൽ അടുത്തുള്ളൊരു മന്തി അറ്റ് 36 ഏതാണോ അവിടെ കയറാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ ആ ഒരു ഹോട്ടലാണ് നമുക്ക് പറഞ്ഞു തന്നത്. അടിപൊളി ഫുഡാണ്, കുറച്ച് വെറൈറ്റീസ് ഉണ്ട് മന്തിയിലൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇച്ചുവിൻ്റെ ഒരു ഹാല് കാരണം നമുക്ക് പെട്ടെന്നാണ്ട് മൂഡ് പോയി. ആൾക്ക് ഒന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല, വിശക്കാൻ തുടങ്ങി, ശരിക്ക് കഴിക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്നൊന്നും ആൾ കഴിക്കില്ല. പിന്നെ മറ്റുള്ള കുട്ടികളെ പോലെ ബിസ്ക്കറ്റ്, കേക്ക്, ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കഴിക്കില്ല. ബിസ്ക്കറ്റൊന്നും തീരെ കഴിക്കില്ല, എപ്പോഴെങ്കിലും ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ കഴിച്ചു, അങ്ങനെ അല്ലാതെ കേക്ക് ഒന്നും കഴിക്കില്ല. ചില കുട്ടികൾ ചോറ് കഴിച്ചില്ലെങ്കിലും ഈ കേക്കും ബിസ്ക്കറ്റും ബേക്കറി ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അങ്ങനെ വയറ് നിറക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളൊന്നും കഴിക്കുന്നില്ല. രാവിലെ ഒരു ഇഡ്ഡലിയോ ദോശയോ ഒന്നും കഴിക്കില്ല. ഒരിക്കൽ നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോൾ നൂൽപുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് വലിയ നൂൽപുട്ടില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നൂൽപുട്ടും അതിലേക്ക് എന്തായിരുന്നു, ഗ്രീൻ ബീൻസിൻ്റെ കറി എന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കഴിച്ചു, ഒരു നൂൽപുട്ട് മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി അത് മാത്രമാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചില്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇച്ചുവിൻ്റെ ഒരു റൂട്ടീൻ നമ്മൾ ഹൈദരാബാദിലുള്ള സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇതായി മാറി, കാരണം അവൾ കഴിക്കുന്നില്ല, അവൾക്ക് വിശക്കുമ്പോൾ നമ്മൾ മൈൻഡും ഓട്ടോമാറ്റിക്കലി മാറും. എനിക്ക് ഹൈദരാബാദ് പോയപ്പോൾ ഭയങ്കരമായിട്ട് കഫം കെട്ടും തണവൊക്കെ അല്ല, ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. നമ്മൾ ഇത്രയും ദിവസം യാത്രയും ചെയ്ത് ഉറക്കത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായി, നമുക്ക് കഫം കെട്ട്, തലവേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടാണ്. ചെറിയൊരു ജലദോഷം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഇപ്പം അങ്ങനെയാണല്ലോ, ഭയങ്കര കാറ്റ്, ചെറുതായിട്ട് മഴ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണല്ലോ. അങ്ങനെ അപ്പം അതൊക്കെയാണ് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐക്കയുടെ ഒരു ഷോറൂം ഉണ്ട് അവിടെ, ഭയങ്കര വലിയ ഷോപ്പാണെന്ന് ഷെയ്മുക്ക് പറഞ്ഞു. കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ നമുക്ക് ഐക്കയിൽ കയറാം എന്നാണ് ഷെയ്മുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴാണ് അയ്യോ നമ്മൾ ഐക്കയിൽ കയറിയില്ലാലേ എന്ന് ഷെയ്മുക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിൽ കയറാനുള്ള കാര്യം വിട്ടുപോയി. ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ നമ്മൾ ഐക്കയിൽ പോയില്ലാലേ എന്ന് ഷെയ്മുക്ക് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ട് കാണാം.
കണ്ട മന്തി അറ്റ് 36 അറബിക് കിച്ചനാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. അവൻ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ഇത്രയ്ക്ക് അടിപൊളി ഫുഡാണെന്ന് വിചാരിച്ചില്ല. നമ്മൾ മന്തിയൊക്കെ കഴിക്കുന്നില്ല, എനിക്ക് സൂഫി മന്തിയാണ് ഒന്നും കൂടി ഇഷ്ടം. നെഹദി മന്തി ടേസ്റ്റാണ്, പക്ഷേ സൂഫി മന്തിയാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം. പക്ഷെ ഇവിടുന്ന് കഴിച്ചപ്പോൾ സൂപ്പർ. അറബിക് കിച്ചൻ എന്നാണ് മന്തി അറ്റ് 36. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഹൈദരാബാദിലുണ്ട് ഇത്ര. ഞങ്ങൾ വേറൊരിക്കൽ സമയത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊരു ഷോപ്പ് മന്തി അറ്റ് 36 എന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് ചിക്കൻ്റെ മന്തിയാണ്. പക്ഷെ അത് സ്പൈസി അല്ല, എന്നാൽ ഒട്ടും സ്പൈസി കുറവുമല്ല, അങ്ങനെ ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഒരു പുഴുങ്ങിയ ടൈപ്പ്, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇച്ചുവിനൊക്കെ നല്ല ഇഷ്ടമായി. അന്ന് അവൾ കുറച്ച് ഫുഡ് കഴിച്ചു, കാരണം ചിക്കനാണല്ലോ. ചിക്കനും കുറച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ഫുഡുകൾ കഴിച്ചു. അവളൊന്നും കഴിക്കാത്തതിനെ സംബന്ധിച്ചിട്ട് കുറച്ചെങ്കിലും കഴിച്ചു എന്ന് പറയും. അടിപൊളിയായിരുന്നു. ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട്, പിന്നെ മയോണൈസ് ഒരു യെല്ലോ കളറായിട്ടുള്ള മയോണൈസ് ആയിരുന്നു. ചട്നിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ രാത്രി ഹൈടെക് സിറ്റി കാണാൻ വന്നതും കേബിൾ ബ്രിഡ്ജ് കണ്ടൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.